ഗസയിലെ ആക്രമണത്തിന് ഇസ്രായേൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയുധമാക്കുന്നതായുള്ള വിശദമായ റിപ്പോർട്ട് ദ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. ആളുകളുടെ മുഖം തിരിച്ചറിയാനും ആക്രമണ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാനും മെസ്സേജുകളും കോളുകളും ചോർത്താനുമെല്ലാം AI ഉപയോഗിച്ചതായി വിശദീകരിക്കുന്നുണ്ട് റിപ്പോർട്ട്. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, മെറ്റ ഉൾപ്പെടെയുള്ള ടെക് കുത്തക കമ്പനികളിൽ മുൻപ് ജോലി ചെയ്തവരും ഇപ്പോൾ ജോലിയിൽ തുടരുന്നവരുമെല്ലാം ചേർന്നാണ് ഈ AI സങ്കേതങ്ങൾ വികസിപ്പിച്ചത് എന്നാണ് ഇസ്രായേൽ അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങൾ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗസയിൽ ആക്രമണം നടത്താൻ ആഗോള ടെക് ഭീമന്മാർ ഇസ്രായേലിനെ സഹായിക്കുന്നതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾ ഗൂഗിളും മൈക്രോസോഫ്റ്റും എല്ലാം തള്ളിക്കളയുകയും ചെയ്തതാണ്. എന്നാൽ ഗൂഗിളിന്റെ AI വിഭാഗമായ ഡീപ് മൈൻഡിലെ ജീവനക്കാർ തന്നെ ഇപ്പോൾ കമ്പനിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വിൽക്കുന്നത് നിർത്തുകയും ചെയ്യണമെന്നാണ് ഡീപ് മൈൻഡിന്റെ ലണ്ടൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. കമ്പനിയിൽ സമ്മർദ്ദ ശക്തിയാകാൻ വേണ്ടി യൂണിയൻ രൂപീകരിക്കാൻ ഇവർ തീരുമാനിച്ചതായാണ് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2024 നൊബേൽ പുരസ്കാര ജേതാവും സിഇഒയുമായ ഡെമിസ് ഹസാബിസ് നേതൃത്വം നൽകുന്ന ഡീപ് മൈൻഡിന്റെ ലണ്ടൻ ഓഫീസിലെ ജീവനക്കാരായ 300ഓളം പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മനുഷ്യർക്ക് അപായമുണ്ടാക്കുന്ന ആയുധങ്ങൾക്കും നിരീക്ഷണ സംവിധാനങ്ങൾക്കും ഉൾപ്പെടെ സഹായകരമാകുന്ന ഒരു AI ടെക്നോളജിയും വികസിപ്പിക്കില്ല എന്ന് നേരത്തെ ഗൂഗിൾ നയത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയോടെ ഈ നയത്തിൽ നിന്ന് കമ്പനി പിന്മാറിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ജീവനക്കാർക്കിടയിൽ കടുത്ത അതൃപ്തിയും ഉയരുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് ഗൂഗിൾ AI ടെക്നോളജിയും ക്ലൗഡ് സേവനങ്ങളും നൽകുന്നതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പ്രൊജക്ട് നിംബസ് എന്ന പേരിൽ ഗൂഗിളുമായും ആമസോണുമായും $120 കോടി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കരാറിൽ ഒപ്പുവെച്ചതായി ഇസ്രായേൽ ഭരണകൂടം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഗസയിൽ സാധാരണക്കാരെ കൊലപ്പെടുത്താനും ആക്രമണം നടത്താനും AI സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. തങ്ങൾ നിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ടെക്നോളജികളാണ് ഗസയിൽ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതെന്നാണ് ഒരു എഞ്ചിനീയർ ഫിനാൻഷ്യൽ ടൈംസിനോട് വെളിപ്പെടുത്തിയത്. അത്യാധുനികമായ സങ്കേതങ്ങളാണ് ഗസയിൽ തുടരുന്ന സംഘർഷത്തിൽ ഉപയോഗിക്കുന്നത്. തങ്ങൾ നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ ഇത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ജീവനക്കാർക്ക് ആശങ്കയുണ്ട്. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന തോന്നലാണ് ജീവനക്കാർക്കിടയിൽ ഉള്ളതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. സൈനിക കരാറുകളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് 2024 മെയ്യിൽ ഡീപ് മൈൻഡിലെ ഒരു കൂട്ടം ജീവനക്കാർ കമ്പനി മേധാവികൾക്ക് കത്തെഴുതിയിരുന്നു. മാനേജ്മെന്റിനെ നേരിട്ട് കണ്ടും വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾക്കൊന്നും കമ്പനി ചെവി കൊടുത്തില്ല എന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ 18 മാസത്തിനിടയിൽ ഗസയിലും ലെബനനിലും നടത്തിയ ആക്രമണങ്ങൾക്കായി ഇസ്രായേൽ AI സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ഉപയോഗിച്ചെന്ന് ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളുകളുടെ മുഖം തിരിച്ചറിയാനുള്ള ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ മുതൽ ആക്രമണ പദ്ധതികളും സ്ഥലങ്ങളും തയ്യാറാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ വരെ അക്കൂട്ടത്തിലുണ്ട്. അറബിയിലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും സന്ദേശങ്ങളും ചോർത്താനായി ഒരു അറബിക് AI മോഡൽ ചാറ്റ് ബോട്ടും വികസിപ്പിച്ചിരുന്നത്രേ. ഈ AI ചാറ്റ് ബോട്ടുകളുടെ പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിക്കാനായി ദ സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു ഇന്നോവേഷൻ ഫണ്ടും അവർ രൂപീകരിച്ചിരുന്നു. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ ജീവനക്കാരായ ഉദ്യോഗസ്ഥരാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഇസ്രായേൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. പലരും റിസർവ് സൈനിക സേവനത്തിലുള്ളവരാണ്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ പക്ഷേ മൈക്രോസോഫ്റ്റും മെറ്റയും തയ്യാറായിട്ടില്ല. എന്നാൽ തങ്ങളുടെ ജീവനക്കാർ പല രാജ്യങ്ങളിലും റിസർവ് ഡ്യൂട്ടിയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് എന്നാണ് ഗൂഗിൾ പ്രതികരിക്കുന്നത്. സൈനിക സേവനത്തിന്റെ ഭാഗമായി ഇവർ ചെയ്യുന്നതുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്.